كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. فقد قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പിടുത്തത്തിലുമായി കഴിച്ചു കൂട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാം ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഏതാണ്ട് പരിസര പ്രദേശത്താണ് നിലകൊള്ളുന്നത്. ഇന്ന് സഫർ 27 2-3 ദിവസം കൂടി കഴിയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്തിനും വഫാത്തിനും ജനനത്തിനും മരണത്തിനും സാക്ഷിയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനും മരണത്തിനും സാക്ഷിയായിട്ടുള്ള അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം. നാം ഇവിടെ ഓതിയ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിന്റെ 157 ആയത്താണ്. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരായത്ത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം കിട്ടിയതിനു ശേഷം എന്താണ് ചെയ്തത്, അതല്ലെങ്കിൽ 63 വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിച്ച 63 വർഷക്കാലം എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചത്, നമ്മളും നബിതങ്ങളുമായുള്ള ബന്ധം എന്താണ് എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്താണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വ്യക്തിത്വം ആരാണെന്ന് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ അല്ലദീന യത്തബിഊന റസൂലൻ നബി, സത്യവിശ്വാസികളാകുന്ന ഒരു വിഭാഗം ആളുകൾ റസൂലിനെ പിൻപറ്റുന്നു, നബിയെയും പിൻപറ്റുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ആദ്യം കൊണ്ടുവന്നത് റസൂൽ എന്നാണ്. അനുഗ്രഹീത റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആമുഖമായി പറയുന്നത്
നബിതങ്ങളുമായി എല്ലാ മാസക്കാലവും ബന്ധം വേണം. നബിതങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഏതെങ്കിലും ചില മാസമെന്നോ ചില ദിവസമെന്നോ അങ്ങനെ ഒരു നിർണിത കാലം ദിവസമൊന്നും വിശുദ്ധ ഇസ്ലാമിലില്ല. എല്ലായ്പ്പോഴും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം. റബീഉൽ അവ്വൽ പോലെയുള്ള പവിത്രമായ മാസം ആഗതമാകുമ്പോൾ കുറച്ച് കൂടുതൽ ബന്ധം സ്ഥാപിക്കണം. 11 മാസക്കാലവും ഒരു ബന്ധമില്ല, റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു ബന്ധം, അങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ബന്ധം വേണം. എല്ലാ നിമിഷവും സലവാത്തുകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം എല്ലായ്പ്പോഴും പുതുക്കണം. റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ കുറച്ച് കൂടുതൽ ബന്ധം പുതുക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാകണം. വിശ്വാസികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് കേൾക്കുമ്പോൾ വികാരമാണ്. നബി തങ്ങളെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇഷ്ടം തെളിയിക്കണം. പ്രകടമാക്കാത്ത സ്നേഹത്തിന് യാതൊരു വിലയുമില്ല. വാപ്പായും മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ മിണ്ടൂല, സംസാരിക്കില്ല, ഉള്ളിൽ സ്നേഹമുണ്ട്. വാപ്പയെ കാണുമ്പോൾ മകൻ എഴുന്നേറ്റ് പോകും, മകനെ കാണുമ്പോൾ വാപ്പ എഴുന്നേറ്റ് പോകും, ആദരവിന്റെ ഭാഗമായിട്ട്. ആ സ്നേഹം അതിന് സത്യത്തിൽ ആ മകന്റെ ഭാഗത്തു നിന്ന് ഉപ്പയ്ക്കും ഉപ്പയുടെ ഭാഗത്തു നിന്ന് മകനും യാഥാർത്ഥ്യമായിട്ടുള്ള സ്നേഹം ലഭ്യമാകൂല. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളാകുന്ന ഓരോരുത്തരും നബിതങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാകണം. ആരാണ് പ്രവാചകൻ? ആരാണ് സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? നബിതങ്ങളുടെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? നബിതങ്ങളുടെ കുടുംബം, ഭാര്യമാർ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, ജനനം, മരണം എന്നിങ്ങനെ നീണ്ടു കിടക്കുന്ന ചരിത്രം വായിക്കണം, പഠിക്കണം, നബിതങ്ങളെ തിരിച്ചറിയണം. അറിവാണ് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൂടുതൽ ഊർജപ്പെടുത്തുന്നത്. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ സാധിക്കണം. 300 സ്വലാത്തെങ്കിലും ദിവസം ചെല്ലണം എന്ന പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആഖിറത്തിൽ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റേണ്ടത്. ഇന്നലെ ഒരു ദുആ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റുന്ന ദുആ, നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ അർഹമാകുന്ന ദുആ, റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഇങ്ങനെ എത്രയോ ദുആക്കൾ നബിതങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ച്. നമ്മൾ പറയാറില്ലേ, ഹദീസിൽ കേൾക്കാറുണ്ട്, എല്ലാ പ്രവാചകന്മാരും ഉപവിഷ്ടരായിരിക്കും ആഖിറത്തിൽ കസേരയിൽ, അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി, മൂസാ നബി, ഈസാ നബി, ദാവൂദ് നബി, ഇല്യാസ് നബി, അങ്ങനെ എല്ലാ പ്രവാചകന്മാരും ആ കസേരയിൽ, അവർക്ക് നിശ്ചയിക്കപ്പെട്ട കസേരയിൽ ഉപവിഷ്ടരായിരിക്കും. ആര് മാത്രം ഇരിക്കൂല? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം തനിക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ഇരിക്കൂല. എന്തേ പ്രവാചകരെ അങ്ങ് ഇരിക്കാത്തത്? എന്റെ പ്രവാചകരെ ഇരിക്കാത്തത്? എന്റെ ഉമ്മത്തിനെ കൂടി സ്വർഗത്തിലേക്ക് കയറ്റുവാൻ അനുവാദം തന്നിട്ടല്ലാതെ ഞാൻ എന്റെ നിശ്ചയിക്കപ്പെട്ട കസേരയിൽ ഇരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. ആ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് അത് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു മനോഭാവം ഉണ്ടായിത്തീരുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, ആയിഷയുടെ മുൻപിൻ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ആയിഷയുടെ മുൻപിൻ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം അല്ലാഹുവേ. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഹദീസിൽ കാണാം, ഈ ദുആ കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാത്തൊരു ചിരി ചിരിച്ചു, സന്തോഷം കൊണ്ട് ചിരിച്ച് ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ തല തന്റെ മടിയിൽ മുട്ടുവോളം
ചിരിയുടെ ആധിക്യം ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ശക്തമായ ചിരി ചിരിച്ചു. എന്തിനാ ആയിഷ ഇങ്ങനെ അങ്ങ് ചിരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാന്റെ റസൂലല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അള്ളാന്റെ റസൂലല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്. എന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയല്ലോ, എന്റെ മുൻപിൻ പാപങ്ങളൊക്കെ പുറത്തു കിട്ടിക്കാണുമല്ലോ, ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ ചിരിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ വല്ലാഹി ഇന്നഹാ ലദുആഇ ലിഉമ്മതി ഫീ കുല്ലി സ്വലാത്തിൻ. 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും ആയിഷ എന്റെ ഉമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ഈ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്തിനും ഒരു തവണ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആ ദുആ കേട്ടപ്പോ എന്താ ചിരി. അപ്പൊ 5 വഖത്തിന് നമുക്ക് വേണ്ടി നമ്മുടെ പ്രവാചകൻ, നമ്മുടെ നേതാവ്, നമ്മുടെ കരളിന്റെ കരളായ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ വികാരമാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആക്ക് പറയുമ്പോ നമ്മുടെ ഹൃദയം ആനന്ദിക്കണം, സന്തോഷമുണ്ടാകണം. അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ സ്നേഹം തിരിച്ചു കൊടുക്കുമ്പോഴാണ് ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് കിട്ടുന്നത് എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. തിരിച്ചു കൊടുക്കാത്ത ആളെ അവിടെ പോകുമ്പോൾ ഒരുപക്ഷെ നബിതങ്ങൾ മൈൻഡ് ചെയ്യൂല. അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കാണുമ്പോൾ നബിതങ്ങൾ അടുത്ത് പിടിച്ചിരുത്തണം. നബിതങ്ങളുമായുള്ള സുഹബത്ത്, മദീനയിൽ പോയി റൗളയിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന എന്താ കണ്ണുനീര്. എല്ലാവരും കരയും, കരയാത്തവരും കരഞ്ഞു പോകും. എത്ര ഹൃദയ കാഠിന്യതയുള്ളവരാണെങ്കിൽ പോലും മദീനയിലെ റൗളയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവന്റെ ഹൃദയം ഒന്ന് പിടയ്ക്കും, അവന്റെ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആത്മബന്ധമാണ് ആ ആത്മബന്ധം. അപ്പൊ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അതെങ്ങനെ കൊടുക്കണം? ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുക. ഈ ആയത്ത് നമ്മൾ ഓർത്തു വെക്കണം. സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്താണിത്. അല്ലാഹു പഠിപ്പിക്കുക, അല്ലദീന യത്തബിഊന റസൂൽ. ഒരു വിഭാഗം ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നു. 2 വാക്ക് അല്ലാഹു ഇവിടെ ഉപയോഗിച്ച് ശ്രദ്ധിക്കണം. റസൂലു എന്നുപയോഗിച്ചു, നബി എന്നും ഉപയോഗിച്ചു. ഒരു പാഠമാണ്, ഒരു അറിവാണ് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നത്. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നർത്ഥം, നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്നർത്ഥം. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ. തിരുവനന്തപുരത്തുള്ള ഒരു വാർത്ത എറണാകുളത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൂതൻ. നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. എല്ലാ നബിമാരും റസൂലാകണമെന്നില്ല. ലോകത്ത് 1.25 ലക്ഷത്തോളം അംബിയ മുർസലീങ്ങൾ സമാഗതമായിട്ടുണ്ട്. ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ആഗതമായിട്ടുണ്ട്. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നുബുവത്ത് കൊടുത്ത് അനുഗ്രഹിച്ച മഹാത്മാക്കൾ. നബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നുബുവത്ത് കൊടുത്തു. നബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നുബുവത്ത് കൊടുത്തു. നബി തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നുബുവത്ത് കൊടുത്തു. ഇതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു നുബുവത്ത് കൊടുത്തിട്ടുണ്ട്. നുബുവത്ത് കിട്ടിയ പ്രവാചകന്മാർ വ്യക്തികൾക്കാണ് നബി എന്ന് പറയുന്നത്. എന്നാൽ ആ നുബുവത്തുമായിട്ട് ചില സ്ഥലങ്ങളിലേക്ക്, സമുദായങ്ങളിലേക്ക് പ്രബോധനാർത്ഥം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവർക്കാണ് റസൂൽ എന്ന് പറയുന്നത്. എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിവ് കിട്ടി, അതല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രവാചകത്വം കിട്ടി. ഈസാ നബി നബിയായി. ഇനി ഈസാ നബി ഒരു സമുദായത്തിലേക്ക് പ്രബോധനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ റസൂലായിത്തീരും. എല്ലാ പ്രവാചകന്മാരും റസൂലാകുന്നില്ല. പ്രവാചകത്വം കൊടുത്തിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ലോകത്ത്, ഭൂമി ലോകത്ത് വന്നിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ വെറും 25. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി, സാലിഹ് നബി, ഈസാ നബി, മൂസാ നബി, അവസാനം മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവസാനിക്കുന്ന 25 പ്രവാചകന്മാരുടെ പേരാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈ 25 പ്രവാചകന്മാരിൽ 5 പ്രവാചകന്മാരെ കൂടുതൽ ശ്രേഷ്ഠരാക്കി ഉലുൽ അസ്മുകൾ എന്ന് പറയും. 5 പ്രവാചകന്മാർ കൂടുതൽ ശ്രേഷ്ഠരാണ്. എന്തിന്റെ പേരിൽ? കൂടുതൽ ത്യാഗം സഹിച്ചതിന്റെ പേരിൽ. പ്രബോധനാർത്ഥം സമുദായങ്ങളിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആളുകൾ ഉപദ്രവിച്ചു, ആക്രമിച്ചു, എല്ലാം സഹിച്ചു. കൂടുതൽ റബ്ബിന്റെ അടുക്കൽ ഗ്രേഡ് നേടിയിട്ടുള്ള 5 പ്രവാചകന്മാരുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്തു. ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 പ്രവാചകന്മാരാണ് ഉത്കൃഷ്ടരായ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ. ബാക്കി 25 പ്രവാചകന്മാർ വിശുദ്ധ ഖുർആൻ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു പറയുകയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത നബിതങ്ങൾ റസൂലുമാണ്, നബിതങ്ങൾ നബിയുമാണ്. നബിതങ്ങൾ റസൂലുമാണ്, നബിയുമാണ്. എല്ലാ പ്രവാചകന്മാർ റസൂലും നബിയും ആകണമെന്നില്ല. ചിലര് പ്രവാചകത്വം കിട്ടിയിട്ടുണ്ട്, പക്ഷെ റസൂലാകൂല. ഏതെങ്കിലും സമുദായത്തിലേക്ക് അല്ലാഹു പ്രബോധനാർത്ഥം പറഞ്ഞു വിട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സാലിഹ് നബിയെ സമൂദ് ഗോത്രത്തിൽ പറഞ്ഞു വിട്ടു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ് സമുദായത്തിൽ പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമുദായത്തിൽ പറഞ്ഞു വിട്ടു. ഇതുപോലെ തന്നെ അറേബ്യയുടെ ഉത്തരവാദിത്തം മൊത്തത്തിൽ എന്നല്ല മുഴുവൻ ലോകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ റസൂലുമാണ്, നബിതങ്ങൾ നബിയുമാണ്. ഇത് പഠിക്കണം നമ്മൾ. നബിതങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. അതാണ് സ്നേഹത്തിന്റെ ഭാഗം. ഒരാളോട് ചോദിച്ചു, ആ ഭക്ഷണം എങ്ങനെയുണ്ട്? ആ ഭക്ഷണം നന്നായിട്ടുണ്ട്. ഇയാൾ എങ്ങനെ പറയും? ആ ഭക്ഷണം അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷണം നല്ലതാണ്. പക്ഷെ ഞാൻ കഴിക്കാതെ ആ ഭക്ഷണത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനർത്ഥമില്ല. എന്നതുപോലെ നബിതങ്ങളോടുള്ള സ്നേഹത്തെ വിളിച്ചറിയിക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നബിതങ്ങളുടെ ചരിത്രം രുചിക്കണം. അത് രുചിച്ച് അതിന്റെ ആനന്ദം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ സ്നേഹം കൂടുതൽ ഉറപ്പായി തീരുന്നത്, ഊർജപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമാണ്, നബിയുമാണ്. ശേഷം അല്ലാഹു പറയുന്നു അൽ ഉമ്മി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരക്ഷരനാണ്. നിരക്ഷരൻ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ആൾ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനയും അറിയാത്ത ആളാണ്. സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ പ്രവാചകനായിട്ട് ഒരു എഴുത്തും വായനയും അറിയാത്ത ആളെ എന്തിനാ അല്ലാഹു തിരഞ്ഞെടുത്തത്? നമുക്കുണ്ടാകുന്നൊരു സംശയം. ഒരു സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകൾ, ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് അർത്ഥവത്തായ ഒരു ആശയം വരും. അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം പഠിച്ച് ആ രീതിയിൽ കഴിവുണ്ടാക്കിയെടുത്ത ആളാണ്. എന്നാൽ ഒരു സാഹിത്യവും അറിയാത്ത ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് പെട്ടെന്ന് അർത്ഥവത്തായ ഒരു ആശയം വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും. ആട്ടിടയനായിരുന്നു, എഴുത്തും വായനയും അറിയില്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സമുദായ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പൊ എഴുത്തും വായനയും അറിയാത്തവനാക്കിയത്, നബിതങ്ങളെ അത്തരത്തിലാക്കിയത് അള്ളാഹുവിന്റെ ചില ലക്ഷ്യങ്ങളുടെ പേരില. അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മിയാക്കി, എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനാക്കി മാറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്തു. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപകനാണ്, വിശുദ്ധ ഖുർആനിന്റെ ഗുരുനാഥനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ലക്ഷ്യമാണിത്. ശേഷം അല്ലാഹു പറയുന്നു അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും. വിശുദ്ധ ഖുർആനാണിത്. വിശുദ്ധ ഖുർആനിലെ ഒരു 6 വരി വരുന്ന ഒരു ആയത്താണിത്. നബിയുടെ 3 കാര്യങ്ങൾ അല്ലാഹു ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒന്ന്, ആരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, എന്താണ് നബിതങ്ങളുടെ കർത്തവ്യം, എന്താണ് നബിതങ്ങൾ 23 വർഷക്കാലം ചെയ്തത്. 3ാമത്തെ കാര്യം, നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ നബിതങ്ങളോട് പാലിക്കുമ്പോഴാണ് നമുക്ക് ആഖിറത്തിൽ ശഫാഅത്ത് കിട്ടുന്നത്. ഈ 3 കാര്യങ്ങൾ അല്ലാഹു ഇതിൽ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ കാര്യമാണ് ആരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമാണ്, നബിയുമാണ്. പ്രവാചകത്വം കിട്ടിയിട്ടുണ്ട്, ഒരു സമുദായത്തിലേക്ക് അയച്ചിട്ടുമുണ്ട് അല്ലാഹു. 3ാമത്തെ കാര്യം, നിരക്ഷരനാണ്. الذي يجدونه مكتوبا عندهم في التوراة والإنجيل.
തൗറാത്തിലും ഇൻജീലിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് തൗറാത്തും ഇൻജീലും ഒക്കെ അവതരിച്ചിട്ടുള്ളത്. തൗറാത്ത് ഇൻജീലുമെല്ലാം റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വേദഗ്രന്ഥങ്ങളാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൻജീല് കിട്ടി. ഇതെല്ലാം നിയമസംഹിതകളാണ്. പക്ഷെ പിന്നീട് മനുഷ്യന്റെ കറുത്ത കൈകടത്തലുകൾ അതിൽ കടന്നുകൂടി അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വിച്ഛേദനം വന്നു. മനുഷ്യൻ കുറച്ചുകൂടി എഴുതി തയ്യാറാക്കി, അതിൽ കുറച്ച് കൂട്ടി കുറച്ചു വേദഗ്രന്ഥത്തിൽ. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വിച്ഛേദനം വന്ന അകന്നുപോയ ബന്ധമാണ് തൗറാത്തും ഇൻജീലുമൊക്കെ. ഇന്നൊരാൾ പറയുക എനിക്ക് ഖുർആൻ വേണ്ട, തൗറാത്തും ഇൻജീലും അനുസരിച്ച് ഞാൻ അമൽ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ശരിയായ മുസ്ലിം ആകൂല. ഇന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിനു മുമ്പുള്ള മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ സമൂഹത്തിന് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് തൗറാത്തും ഇൻജീലുമൊക്കെ. ഇവിടെ അള്ളാഹു പറയുകയാണ്, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച തൗറാത്തിലും ഇൻജീലിലും പോലും എന്ത് പറയുന്നുണ്ട്? നബി തങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സംഭവം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിൽ പോയ സംഭവം പറഞ്ഞല്ലോ. മക്കയിൽ നിന്ന് 82 കിലോമീറ്റർ അപ്പുറമുള്ള തായിഫിൽ പോയി കല്ലേറെല്ലാം കിട്ടി നബിതങ്ങൾ വിഷമിച്ച് രക്തം വാർന്നൊലിച്ച് ഒരു സ്ഥലത്ത് ഒരു മതിൽ ചാടി 2 വ്യക്തികളുടെ, വിശുദ്ധ ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുക്കളായിരുന്ന 2 വ്യക്തികളുടെ സ്ഥലത്തേക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാടിക്കേറി വിശ്രമിച്ചു. തായിഫിലെ സംഭവത്തിന് ശേഷമുള്ളതാ. ഈ സമയത്താണ് ഒരു ക്രിസ്തീയ പുരുഷൻ വരുന്നത്, ക്രിസ്തീയ പുരുഷന് സമാഗതമാകുന്നത്. ഈ ക്രിസ്തീയ പുരുഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തന്റെ ഗ്രന്ഥത്തിൽ ബൈബിളിൽ മുഹമ്മദ് എന്ന ഒരു വ്യക്തി കടന്നു വരും എന്ന് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാണണമെന്ന വലിയ ആഗ്രഹത്തിലിരിക്കുകയാണ്. തന്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി കടന്നു വരും. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, ഗുണങ്ങൾ, സ്വഭാവമൊക്കെ വായിച്ചു സ്നേഹമുള്ളിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ വല്ലാത്ത ആഗ്രഹം. ഈ സമയത്താണ് ചുണ്ടിലൂടെയും നെറ്റിയിലൂടെയും ഒക്കെ ചോര ഒലിച്ചൊരു വ്യക്തി അവിടെ വന്നിരിക്കുന്നത്. ആരാണ് നിങ്ങൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അദ്ദേഹം വെള്ളം കൊടുത്തു. അവിടെ IMCTയുടെ കളക്ഷൻ എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് തന്നെ അതിൽ പങ്കുകൊള്ളുന്ന അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ആ ക്രിസ്തീയ പുരുഷൻ കുറച്ച് വെള്ളം കൊടുത്തു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളം എടുത്ത് ഇങ്ങനെ വായിലേക്ക് വെച്ചപ്പോ ആ ക്രിസ്തീയ പുരുഷൻ തന്റെ ബൈബിളിൽ കണ്ട ഒരു സവിശേഷത ഇവിടെ കാണുകയാണ്. എന്താണ് സവിശേഷത? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു കാര്യം ചെയ്താലും അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം എന്നൊരു സവിശേഷത ഈ വ്യക്തികൾ കണ്ടു. നബിതങ്ങളാണെന്ന് മനസ്സിലായിട്ടില്ല. ഈ ക്രിസ്തീയ പുരുഷൻ നബിതങ്ങളാണെന്ന് മനസ്സിലായിട്ടില്ല. ഈ വാക്ക് കേട്ടപ്പോ ക്രിസ്തീയ പുരുഷൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പോഴാണ് നബിതങ്ങൾ പറയുന്നത്, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്, മിൻ മക്ക, മക്കയിൽ നിന്ന് പ്രബോധനാർത്ഥം വന്നിട്ടുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സംഭവത്തിന്റെ അവസാനമാണ് ചില സംസാരങ്ങൾക്കൊടുവിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തീയ പുരുഷൻ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ മുൻകഴിഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളിലും നബിതങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, ഏത് ഗ്രന്ഥം പരിശോധിച്ചാലും മുഹമ്മദ് എന്നൊരു വ്യക്തി കടന്നു വരും. മുഹമ്മദ് അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരും. ഇതുപോലെ എത്രയോ വ്യക്തികൾ, ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ബിൻ സലാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. കുറെ സഹാബികളൊക്കെ നേരത്തെ ഹിജ്റ ചെയ്ത് മദീനയിലെത്തി. എല്ലാ സഹാബാക്കളും നബിതങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. മദീനയുടെ അതിർത്തി വരമ്പിൽ വന്നിരുന്ന് എല്ലാ സഹാബാക്കളും നിരീക്ഷിക്കും, അല്ലാഹു റസൂൽ വരുന്നുണ്ടോ എന്ന്. മരത്തിന്റെ മുകളിൽ കയറി നിന്ന് നോക്കും, വിദൂര സ്ഥലത്തേക്ക്, മരുഭൂമിയിലേക്ക് നോക്കും. നബിതങ്ങൾ വരുന്നില്ല എന്ന് കാണുമ്പോൾ വിഷമിച്ച് വൈകുന്നേരം തിരിച്ചവർ മടങ്ങിപ്പോകും. എല്ലാ ദിവസവും പ്രതീക്ഷിക്കുക. ജൂതന്മാരടക്കം നബിതങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? അവരുടെ ബൈബിളിൽ മുഹമ്മദ് എന്നൊരു വ്യക്തിയെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കാണാനും സംസാരിക്കാനും ആഗ്രഹം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരത്തിന്റെ മുകളിൽ നിന്നൊരു വ്യക്തി വിളിച്ചു പറയുന്നത്. ആ വ്യക്തിയുടെ പേരാണ് അബ്ദുല്ലാഹിബ്നു സലാം, ജൂത പണ്ഡിതനാണ്. അബ്ദുല്ലാഹിബ്നു സലാം വിളിച്ചു പറയുക, അതാ ദൂരത്ത് നിന്ന് മരുഭൂമിയുടെ അങ്ങറ്റത്ത് നിന്ന് ഒരു വ്യക്തി വരുന്നുണ്ട്. ഒരാൾ ഒട്ടകത്തിന്റെ പുറത്തുമാണ്, ഒരാൾ നടന്നും കാൽനടയായിട്ടും വരികയാണ്. ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന ആരെന്നറിയുമോ? ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കാൽനടയായിട്ട് വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. യഥാർത്ഥത്തിൽ നബി തങ്ങൾ മുകളിലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കണം. പക്ഷെ തൊഴിലാളികളെ, തന്റെ കീഴിലുള്ളവരെ ചേർത്ത് നിർത്തി അവർക്ക് മഹത്വം കൊടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകപ്പുറത്തിരുത്തി കാൽനടയായിട്ട് നടന്നു വരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ആ മരുഭൂമിയുടെ ആ ഭാഗത്ത് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. ഉടനെ തന്റെ അമ്മായി താഴെ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സലാമിന്റെ അമ്മായി താഴെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം. പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിറങ്ങി. എന്ത് പറ്റിയടാ? എന്റെ പ്രവാചകൻ വരുന്നുണ്ട്, ഞാൻ എന്റെ ബൈബിളിൽ പഠിച്ച പ്രവാചകനെ ഞാൻ കാണാൻ പോവുകയാണ്, എനിക്ക് സംസാരിക്കണം. അങ്ങനെ ചാടി ഇറങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നു സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ എന്ന ബൈത്ത്, പ്രശസ്തമായ ബൈത്ത, അത് പാടിക്കൊണ്ട് എല്ലാ സഹാബാക്കളും വരവേറ്റു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എല്ലാ സഹാബാക്കളും തടിച്ചുകൂടി നിൽക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആനിൽ പിന്നീട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ആയത്ത് വരെ ഇറങ്ങി. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു എല്ലാവരും ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി. അതെ, മുഹമ്മദാണോ? അതെ, ഞാൻ മുഹമ്മദാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നിങ്ങൾ മുഹമ്മദ് തന്നെയാണോ? അതെ, ഞാൻ മുഹമ്മദാണ്. എന്റെ ബൈബിളിൽ ഞാൻ പഠിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് തന്നെയാണോ നിങ്ങൾ? അതെ, അതേന്നല്ലേ പറഞ്ഞത്. എന്റെ സംശയം മാറുന്നതിനും ഒന്ന് ഉറപ്പിക്കാനും വേണ്ടി ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. പ്രശസ്തമായ ഹദീസിന്റെ ഗ്രന്ഥം മിഷ്കാത്ത് എന്ന ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹദീസ. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരു സ്വർഗവാസി സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാ? ഒരു സ്വർഗവാസി സ്വർഗത്തിലേക്ക്, സഹിഹായ ഹദീസ, ഒരു സ്വർഗവാസി സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബിദിൽ ഹൂത്ത്, അത് മത്സ്യത്തിന്റെ കരളാണ്. മത്സ്യത്തിന്റെ കരളാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞു, നാം, സത്യമാണ്, സത്യമാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. എന്തിനാ ചോദിക്കുന്നത്? പ്രവാചകനാണെന്ന് ഉറപ്പിക്കാൻ. എന്റെ ബൈബിളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ പ്രവാചകനാണെന്ന് തിരിച്ചറിയണം, എനിക്ക് ചേർന്നിരിക്കണം, സഹവസിക്കണം, അടുത്തടുത്ത് എപ്പോഴും ഇരിക്കണം. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടി ഒന്നെങ്കിൽ ഉമ്മയുടെ കൂട്ടിരിക്കും, അതല്ലെങ്കിൽ ഉപ്പയുടെ കൂട്ടിരിക്കും. ഇതിന്റെ കാരണം എന്താ? ഒരു കുട്ടി ജനിക്കുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ ഒന്നുകിൽ ഉമ്മയുടെ ചായയായിരിക്കും, അതല്ലെങ്കിൽ ഉപ്പയുടെ ചായയായിരിക്കും. അതിന്റെ കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കുട്ടി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആദ്യം സ്കലിക്കുന്നത് ഉമ്മയ്ക്കാണെങ്കിൽ കുട്ടി ഉമ്മയുടെ കൂട്ടിരിക്കും, ആദ്യം സ്കലിക്കുന്നത് ഉപ്പയ്ക്കാണെങ്കിൽ കുട്ടിക്ക് ഉപ്പയുടെ ചായയായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹിബ്നു സലാം കേട്ടിട്ട് പറഞ്ഞു, സത്യം, സത്യം. രണ്ടാമത്തെ ചോദ്യവും വിജയിച്ചു. മൂന്നാമത് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുവാൻ, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുവാൻ, എനിക്ക് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുവാൻ മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം എന്താണ്? ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം. ഖിയാമത്ത് നാളിന് ചെറിയ അടയാളങ്ങൾ, വലിയ അടയാളങ്ങളൊക്കെ ഉണ്ട്. ചെറിയ അടയാളങ്ങളൊക്കെ കഴിഞ്ഞു, വലിയ അടയാളങ്ങളുണ്ട്. യഅജൂജ് മഅജൂജ് വരിക, ദാമ്പത്തിൽ ഇറങ്ങി, ഇമാം മഹദി, ഈസാ നബി, അങ്ങനെ വലിയ അടയാളങ്ങളുണ്ട്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു സലാമേ, ആദ്യത്തെ അടയാളം നാറുൻ യഖ്റുജു മിനൽ മഗ്രിബി ഫയഖ്ശന്നാസ്, പടിഞ്ഞാറ് ഭാഗത്ത് നിന്നൊരു തീ വരും കേട്ടോ, ആ തീ കണ്ടുകൊണ്ട് മുഴുവൻ ജനങ്ങളും അത്ഭുതപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടിയ ജൂത പണ്ഡിതനായിരുന്ന തന്റെ വേദഗ്രന്ഥത്തിൽ മുഹമ്മദിനെ കുറിച്ച് പഠിച്ച വ്യക്തി അബ്ദുല്ലാഹിബ്നു സലാം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ നബിതങ്ങളുടെ ആഗമനമാണ്. നബിതങ്ങളുടെ ആഗമനം, നബിതങ്ങളെ കുറിച്ച് തിരിച്ചറിയുക, നബിതങ്ങൾ ആരാണെന്ന് നബിതങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കുക, പഠിക്കുക.
യജിദൂനഹു മക്തൂബൻ ഫിത് തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. കാരുണ്യമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും അടയാളപ്പെടുത്തുന്നുണ്ട് നബിതങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ, നബിതങ്ങളുടെ ആഗമനത്തെ, നബിതങ്ങൾ എന്ന വ്യക്തിത്വത്തെ. വമാ അർസൽനാക ഇല്ലാ ബശീറൻ വനദീറാ. നബിതങ്ങൾ ബഷീറാണ്, നബിതങ്ങൾ നദീറാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, മുന്നറിയിപ്പുകാരനായ താക്കീതുകാരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, കരുണക്കടലായിട്ടുള്ള റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരെയും വിശുദ്ധ ഖുർആൻ അല്ലാഹു പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂലിനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. യാ സാലിഹു ഖദ് കുന്ത ഫീനാ, അല്ലയോ സാലിഹ് എന്ന പ്രവാചകനെ, യാ ഹൂദ് മാ ജിഅ്തനാ, ഹൂദ് എന്ന പ്രവാചകനെ, ശുഐബ് എന്ന പ്രവാചകനെ, യാ മൂസ, മൂസ എന്ന ഈസ എന്ന പ്രവാചകനെ, യാ മുഹമ്മദ് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റൂല. അടുത്ത് അല്ലാഹു ഉപയോഗിച്ചത് എന്താ? അല്ലാഹു ഉപയോഗിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഉപയോഗിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു ഉപയോഗിച്ചതാ. യാ മുഹമ്മദ് എന്ന് ഉപയോഗിച്ചില്ല. യാ മുഹമ്മദ് എന്ന്, യാ സാലിഹ് എന്ന് ഉപയോഗിച്ചു, യാ ഈസ എന്ന് ഉപയോഗിച്ചു, യാ മൂസ എന്ന് ഉപയോഗിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബിതങ്ങളുടെ വ്യക്തിത്വം പഠിക്കണം നമ്മൾ. ആരാണ് നബിതങ്ങൾ? സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഒരാളെ സ്നേഹിക്കുന്നത് എങ്ങനെ? ആ വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ടാ സ്നേഹിക്കേണ്ടത്. എപ്പോഴും പഠിക്കണം. റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ കൂടുതൽ പഠിക്കണം. വിശുദ്ധ ഖുർആൻ മാത്രം പരിശോധിച്ചാൽ മതി. വേറെ എവിടെയും നിങ്ങൾ പോകണ്ട. വലിയ കിതാബുകളും ഗ്രന്ഥങ്ങളും ഒന്നും നിങ്ങൾ വായിക്കാൻ നിൽക്കണ്ട. നമ്മുടെ കൈവശമുള്ള മുഹമ്മദ്, ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപകനല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രം ഈ വിശുദ്ധ ഖുർആൻ തന്നെ ഒന്ന് നോക്കിയാൽ മതി. എത്ര വാക്കുകൾ അല്ലാഹു നബിതങ്ങളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ബശീറ, നദീറ, ദാഇയ, സിറാജ, മുനീറ. അല്ലാഹു ഉപയോഗിക്കുന്ന സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്. അല്ലാഹു റസൂൽ വിളക്കാണെന്ന്. ദാഇയ, അല്ലാഹു റസൂൽ പ്രബോധകനാണ്. മുനീറ, അല്ലാഹു റസൂൽ പ്രകാശിക്കുന്നവനാണ്. ഇതുപോലെ എത്രയെത്ര വാക്കുകൾ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം കാരണം അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് അള്ളാഹു പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. സഹാബാക്കളെ പോലും അള്ളാഹു വെറുതെ വിട്ടില്ല. സൂറത്തുൽ ഹുജറാത്തില് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നബിതങ്ങൾ ഇരിക്കുകയാ. ഒരു വല്ലാത്ത വികാരം കൊള്ളേണ്ടത് ഒരു നിമിഷമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാ. അബൂബക്കർ അടുത്തിരിപ്പുണ്ട്, ഉമർ അടുത്തിരിപ്പുണ്ട് റളിയല്ലാഹു അൻഹു. ഒരു ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം ഇത്തിരി ഉറക്കയായി പോയി. ആ റസൂൽ അടുത്തിരിപ്പുണ്ട്, ശ്രദ്ധിച്ചില്ല. ശബ്ദം ഇത്തിരി ഉറക്കയായി. ഉടനെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, ലാ തർഫഉ അസ്വാതകും. അല്ലാഹുവിന്റെ റസൂലാണ് മുന്നിലിരിക്കുന്നത്, ശബ്ദം ഉയർത്തരുത്. സൂറത്തുൽ ഹുജറാത്ത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബിയുടെ ശബ്ദത്തിന് മുകളിൽ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിനെ നശിച്ചവൻ എന്ന് വിളിച്ചു. ആരാ വിളിച്ചത്? നബിതങ്ങളുടെ പിതാവിന്റെ സഹോദരൻ, നബിതങ്ങളുടെ പിതൃവ്യൻ, വാപ്പയ്ക്ക് തുല്യനായിട്ടുള്ള വ്യക്തി അല്ലാഹു റസൂലിനെ നശിച്ചവനെന്ന് വിളിച്ചില്ല. വെറുതെ വിട്ടു അല്ലാഹു. ഒരു അധ്യായം തന്നെ ഇറക്കി കൊടുത്തു. നേരിട്ട് അല്ലാഹു അങ്ങ് ശപിച്ചു കൊടുത്തു. തബ്ബത്ത് യദാ അബീ ലഹബി വ തബ്ബ്. അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിച്ചു പോട്ടെ. അബൂലഹബ് വീണ്ടും പറഞ്ഞു, അല്ലാഹു വ തബ്ബ് വ തബ്ബ്. അവൻ നശിക്കട്ടെ, നശിക്കട്ടെ. അവൻ മാത്രമല്ല, വംറാതുഹു ഹമ്മാലത്തുൽ ഹതബ്. വിറക് ചുമട്ടുകാരിയായ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും നശിച്ചു പോട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും വേദനിപ്പിച്ച് എന്നിപ്പോ കാർട്ടൂൺ ഇറക്കിയിരിക്കുക. നേരത്തേക്ക് കാർട്ടൂണ്, സിനിമകള് ഏതെങ്കിലും രീതിയിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന് നമ്മൾ കാരണം ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ കാരണം എങ്ങനെ വേദന ഉണ്ടാകാൻ നമുക്ക് തോന്നും. തൊപ്പിയും താടിയൊക്കെ വെച്ചിട്ട് സമുദായ മധ്യത്തിൽ ഒരു ബീഡി വലിച്ചാൽ മതി, പോയില്ലേ?
ഉദാഹരണം പറയുക, തൊപ്പിയും താടിയും ജുബയും ഒക്കെ ഇട്ടിട്ട് സമുദായ മധ്യത്തിൽ ഇറങ്ങി ഒരു വീട് വലിച്ചു. വിശുദ്ധ ഇസ്ലാമിന്റെ ആ വ്യക്തി ആരും പറയൂല, അതാ കണ്ടില്ലേ തൊപ്പി വെച്ചിട്ടുണ്ട്, താടിയുണ്ട്, വിശുദ്ധ ഇസ്ലാം പേര് മുഹമ്മദ്, വീടിയും വലിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ അങ്ങനെ പറയത്തുള്ളൂ. അവൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ, അവൻ പിൻപറ്റുന്ന വിശ്വാസത്തെ ആളുകൾ കുറ്റം പറയും. നമ്മൾ കാരണം നമ്മുടെ പ്രവാചകൻ വേദനിക്കാൻ പാടില്ല ഒരു കാരണവശാലും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തി അല്ലാഹു പറഞ്ഞു, അവൻ വാലറ്റവനാ. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെ അങ്ങ് മരിച്ചുപോയി. നബിതങ്ങൾ തന്നെയാണ് സ്വന്തം കരങ്ങൾ എടുത്തിട്ട് കരം കൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ചത്. അബ്ദുറഹ്മാൻ മരിച്ചു, അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന മകൻ മരിച്ചു. ചില ആളുകൾ പറഞ്ഞു, ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദ് മരിച്ചാൽ എല്ലാം തീർന്നു, പിന്നെ ഇസ്ലാമും ഇല്ല, ഒന്നുമില്ല, അത് ഏറ്റെടുക്കാൻ മക്കളില്ലല്ലോ. വാലറ്റവനാണ് മുഹമ്മദ് എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ നേരിട്ട് അല്ലാഹു ഒരു അടി അടിച്ചു. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആരാണോ തങ്ങളെ ആക്ഷേപിച്ചത് തങ്ങൾ പേടിക്കണ്ട, അവനാ അബ്തർ, അവനാണ് വാലറ്റവൻ. തങ്ങൾ വിഷമിക്കല്ലേ. എപ്പോഴും അള്ളാഹുവിനെ ആശ്വസിപ്പിക്കും. അപ്പൊ അള്ളാഹു ഇത്രത്തോളം ബഹുമാനിച്ചൊരു പ്രവാചകനാണ് നമ്മുടെ വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവകാരി. നമ്മളൊക്കെ പറയാറുള്ള ചങ്കിലെ ചോരയാണ്, അതുപോലെ ഹൃദയത്തിന്റെ തുടിപ്പാണ്. അങ്ങനെ ആവണം. അതങ്ങനെ ആകുന്ന എങ്ങനെയാ? പഠിക്കണം നബിതങ്ങളെ കുറിച്ച്. നബിതങ്ങൾ എന്ന വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആദ്യം ഈ ആയത്തിലെ 3 കാര്യങ്ങൾ അല്ലാഹു പറയുന്നത്. ഒന്ന് നബിതങ്ങൾ എന്ന വ്യക്തിത്വം, രണ്ടാമത്തെ കാര്യം എന്താണ് നബിതങ്ങൾ ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് നബിതങ്ങൾ ചെയ്തത്? മൂന്നാമത്തെ കാര്യം നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. അല്ലാഹു വളരെ വ്യക്തമായിട്ട് ഒരു മുഫസ്സിറിന്റെയും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ആരും വിശദീകരിക്കണം, നേരിട്ട് അല്ലാഹു അങ്ങ് പഠിപ്പിച്ചു തരിക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട 4 കടമകൾ നമുക്കുണ്ട്. അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങൾ എന്ന വ്യക്തിത്വത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദുആ വസിയത്തുള്ളത് റഷീദ ബീവി എന്ന സഹോദരി 1 വർഷം മുമ്പ് മരണപ്പെട്ടതാണ്. പ്രത്യേകം ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മകൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബക്കാരുടെയും സഹവാസത്തിലായി കഴിഞ്ഞുകൂടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്കും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.